മദ്യനയവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ടൂറിസം ഡയറക്ടർ. ടൂറിസം വകുപ്പ് യോഗം മദ്യനയത്തെക്കുറിച്ചായിരുന്നില്ല. ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് യോഗം ചേർന്നത്. മദ്യനയത്തെപ്പറ്റി ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും സർക്കാരിന് നൽകിയിട്ടില്ല എന്നും വിശദീകരണം. MK വിനോദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായിട്ട്. വിനോദ്, ഈ ബാർക്കോഴ കേസിൽ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും പറയുന്നത് പച്ചക്കള്ളമാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അറിയാം. അതിനിടയിലാണ് ഇപ്പോൾ ഈ മുട്ടാപ്പോക്ക് ന്യായവുമായിട്ട് ടൂറിസം ഡയറക്ടർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് തീർച്ചയായും സർക്കാരിന്റെ വാദങ്ങളെല്ലാം ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സർക്കാർ ആദ്യം എക്സൈസ് മന്ത്രി MD രാജേഷ് പറഞ്ഞത് അങ്ങനെ ഒരു നയമാറ്റത്തെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഒരു കാര്യം പോലും ചിന്തിച്ചിട്ടില്ല എന്ന് മന്ത്രി MD രാജേഷ് പറയുന്നു. ടൂറിസം മന്ത്രിയും മുഹമ്മദ് റിയാസും പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സർക്കാർ ആലോചിച്ചിട്ടില്ല എന്ന് ടൂറിസം മന്ത്രിയും പറയുമ്പോഴാണ് പ്രധാനമായും ഇത്തരത്തിൽ ഒരു യോഗം നടന്നതിന്റെ ഓൺലൈൻ യോഗം നടന്നതിന്റെ രേഖകൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും ബാർ ഉടമകളുടെ യോഗം 21-ാം തീയതി വിളിച്ചു ചേർക്കുന്നു. അതിൽ പ്രധാന അജണ്ട എന്ന് പറയുന്നത് മദ്യനയം സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ മദ്യനയം രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള യോഗം എന്ന് കൃത്യമായി അതിൽ അജണ്ട പറഞ്ഞിട്ടുണ്ട്. അതിൻ പ്രകാരമാണ് അത്തരത്തിലൊരു യോഗം നടന്നത്. അത്തരം യോഗം നടന്നതിന്റെ വിശദീകരണം എന്നുള്ള നിലയിലാണ് ടൂറിസം ഡയറക്ടറായിട്ടുള്ള PB നൂഹ് ഇപ്പോൾ വിശദീകരണം നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ഒരു യോഗം നടന്നു, എന്നാൽ മദ്യനയത്തെ പറ്റി ആലോചിക്കാനല്ല അത്തരത്തിലൊരു യോഗം നടന്നത്. സാധാരണ യോഗം തന്നെയാണ് നടന്നത്. മന്ത്രി പറഞ്ഞിട്ടല്ല അത്തരത്തിലൊരു യോഗം ചേർന്നത് എന്നുള്ള വിശദീകരണമാണ് ടൂറിസം വകുപ്പ് ഡയറക്ടർ നൽകുന്നത്. സാധാരണഗതിയിലുള്ള ഒരു യോഗം മാത്രമാണ് നടന്നത്. മറ്റു വകുപ്പുകളിലൊന്നും ഇടപെടാൻ ടൂറിസം വകുപ്പ് ആലോചിക്കുന്നില്ല. അതേപോലെ തന്നെ മദ്യനയത്തെ സംബന്ധിച്ച് ടൂറിസം വകുപ്പിന്റെ ഒരു നിർദ്ദേശവും സർക്കാരിന് നൽകിയിട്ടില്ല. തികച്ച തെറ്റായ വാദഗതിയാണ് ടൂറിസം ഡയറക്ടർ ഇപ്പോൾ വിശദീകരണമായിട്ട് നൽകിയിട്ടുള്ളത്. കാരണം ഓൺലൈൻ യോഗം ചേർന്നതിന്റെ പ്രധാന അജണ്ട തന്നെ മദ്യനയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗവുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു വിശദീകരണം ഇപ്പോൾ ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും വിനോദ്, ഈ മെയ് 21-ന് നടന്ന ഈ സൂം മീറ്റിംഗിന്റെ ലിങ്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം, ഇതിൽ കൂടുതലും ജോയിൻ ചെയ്തിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ബാർ ഉടമകൾ തന്നെയാണ്. പണപ്പിരിവിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യമൊക്കെയാണ്. അപ്പം ഇപ്പോഴും സംശയം വരുന്നത് ഈ ടൂറിസം വകുപ്പ് എന്തിനാണ് ഇങ്ങനെ തിടുക്കപ്പെട്ടൊരിത് കാണിച്ചത്? എക്സൈസിന് മുകളിലായോ ടൂറിസം വകുപ്പ് എന്നുള്ള ചോദ്യങ്ങളടക്കം ഉയരുകയല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട്. കാരണം മദ്യനയത്തെ സംബന്ധിച്ച ഒരു തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ നയമാറ്റത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കേണ്ടത് എക്സൈസ് വകുപ്പ് തന്നെയാണ്. കാരണം അതിനുവേണ്ടി മാത്രമുള്ള ഒരു വകുപ്പാണ്. പക്ഷെ ഇവിടെ ടൂറിസം മേഖലയിൽ ഈ മദ്യരംഗത്ത് അല്ലെങ്കിൽ മദ്യത്തിന്റെ ഉപഭോഗം ടൂറിസം മേഖലയിൽ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ടൂറിസം പരിപോഷിപ്പിക്കുന്നതിന് മദ്യമേഖലയിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന് എല്ലാ കാലത്തും ആവശ്യപ്പെടുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഭാഗമായി തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കുക, എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ ഒഴിവാക്കുക, മദ്യശാലകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുക. അങ്ങനെയൊക്കെ വന്നാൽ സംസ്ഥാനത്തെ ടൂറിസം മേഖല ശക്തിപ്പെടും എന്നുള്ള നിലയിലുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലയിലാണ് ടൂറിസം വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാർ ഉടമകളുടെ യോഗം തന്നെ വിളിച്ചു ചേർത്തത്. 21-ാം തീയതി വിളിച്ചു കൂട്ടിയ യോഗത്തിന്റെ പ്രധാന അജണ്ട തന്നെ മദ്യനയം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം സ്വരൂപിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ ബാർ ഉടമകൾ വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ഇത് രണ്ടുമായിരുന്നു. ഡ്രൈഡേ ഒഴിവാക്കുക, അതേപോലെ തന്നെ മദ്യശാലകളുടെ പ്രവർത്തന സമയം കൂട്ടുക എന്നീ രണ്ട് ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പണപ്പിരിവിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ നയം രൂപീകരിക്കുന്നതിന് പണം നൽകണമെന്നുള്ള തരത്തിലുള്ള ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. ഇത് പുറത്തു വന്നപ്പോഴാണ് ബാർ ഉടമകളുടെ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ തന്നെ പറയുന്നു, ഇത് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയാൻ വേണ്ടിയിട്ട് പണം പിരിച്ചതാണ് എന്നുള്ള നിലയിലുള്ള മറുപടി വരുന്നു. എക്സൈസ് മന്ത്രി ഉടൻ തന്നെ മറുപടി പറയുന്നു, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, സർക്കാർ മദ്യനയം മാറ്റാൻ ആലോചിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് ഈ ആരോപണത്തെ പറ്റി അന്വേഷിക്കാൻ DGPക്ക് കത്ത് കൊടുക്കുന്നു. DGP അങ്ങനെ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിച്ച് വളരെ കൈമാറുന്നു. ഇത്തരത്തിലുള്ള നാടകങ്ങളെല്ലാം ഇവിടെ അരങ്ങേറുകയാണ്. ഓരോ സംഭവം കഴിയുമ്പോഴും കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത് സർക്കാർ മദ്യനയം മാറ്റാൻ വേണ്ടി തന്നെയാണ് ഈ ബാർ ഉടമകളുടെ യോഗം വിളിച്ചത്. ടൂറിസം ഡയറക്ടറാണ് അവരുടെ യോഗം വിളിച്ചത്. ഇപ്പോൾ ടൂറിസം ഡയറക്ടർ പച്ചക്കള്ള പറയുകയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കാനല്ല, മന്ത്രി പറഞ്ഞിട്ടല്ല ഇത്തരത്തിലൊരു യോഗം വിളിച്ചത് എന്നാണ് ഇപ്പോൾ ടൂറിസം ഡയറക്ടറുടെ വിശദീകരണം.
തീർച്ചയായും എന്നാലും ടൂറിസം ഡയറക്ടറുടെ വാദം പൊളിയുക തന്നെയാണ് ചെയ്യുന്നത്. ചർച്ച പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് തന്നെയെന്ന് എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നതെന്ന് രേഖകളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാർ ഇങ്ങനെ വാദങ്ങൾ നിരത്തുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നാണ് വീണ്ടും ചോദ്യങ്ങൾ ഉയരുന്നതും. അതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാണ്ട്, കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ആദ്യം വിജിലൻസിനായിരുന്നു അന്വേഷണം ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സംഭവം എങ്ങനെ ചോർന്നു എന്നതന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് കേസെടുക്കുക എന്നുള്ളതല്ല. ഇത് എങ്ങനെ ഈ വിഷയം അല്ലെങ്കിൽ ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തുക, ഈ ഓഡിയോ സന്ദേശത്തെ പറ്റി പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി മാത്രമാണ് ഒരു നിർദ്ദേശം നൽകിയത്. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട അന്വേഷണ പരിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്വേഷണ രീതി എന്ന് പറയുന്നത് എങ്ങനെ ഈ വാർത്ത ചോർന്നു, എങ്ങനെ പുറത്തുപോയി, ഈ ഓഡിയോ സന്ദേശം എങ്ങനെയാണ് പുറത്തുപോയത്, ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് മദ്യനയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാർ ഉടമകൾ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടോ എന്നതിനെ പറ്റിയുള്ള ഒരു അന്വേഷണവുമല്ല ഇതിൽ നടക്കുന്നത്. സർക്കാർ മുഖം രക്ഷിക്കാനുള്ള വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഓരോ ഘട്ടത്തിലും നടത്തുന്നത്. പക്ഷേ ഓരോ ചുവട് വെക്കുമ്പോഴും അവർക്ക് പിഴയ്ക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ യോഗം വിളിച്ച പ്രധാന അജണ്ട നൽകി യോഗം വിളിച്ച ടൂറിസം ഡയറക്ടർ തന്നെ ഈ ഒരു കാര്യത്തിനല്ല യോഗം വിളിച്ചത് എന്നുള്ള പച്ചക്കള്ളം അദ്ദേഹം ഇപ്പോൾ വിശദീകരണമായി നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും മദ്യനയത്തിൽ ആകെ മൊത്തം കുഴഞ്ഞിരിക്കുക തന്നെയാണ് പിണറായി സർക്കാർ എന്ന് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. വാദമോഹങ്ങളുമായിട്ട് മന്ത്രിമാരും അതുപോലെ തന്നെ ഡയറക്ടർമാരും ഒക്കെ തന്നെ രംഗത്തെത്തുന്നു. ഇപ്പോൾ വിശദീകരണവുമായിട്ട് ടൂറിസം ഡയറക്ടറാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും ഈ മെയ് 21 നടന്ന ഈ സൂം മീറ്റിംഗിന്റെ ലിങ്കുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ അറിയാം, അതിൽ പങ്കെടുത്തിരിക്കുന്നത് മിക്കതും ബാർ ഉടമകൾ തന്നെയാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നത് എന്നാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. എം കെ വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.